നീതിമാനായവനോ തൻ്റെ മരണത്തിലും പ്രത്യാശയുണ്ട്. ഭൂമിയിൽ ഒരു മനുഷ്യൻ നീതിമാനായി ജീവിച്ചാൽ അവൻ മരിക്കുമ്പോൾ അവന് പ്രത്യാശയുണ്ട്. ഇന്ന് ലോകത്തിൽ 24 മണിക്കൂറിനുള്ളിൽ ഒരു ദിവസം 5,64,000 പേരാണ് മരിക്കുന്നത്. ഒരു ദിവസം 5,64,000 പേർ. സെക്കൻഡിൽ 3 പേര് വീതം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊറോണയും പനിയൊക്കെ കൂടാതാണ് ഇത് എക്സ്ട്രാ വന്ന് കയറുന്നതാണ്. അല്ലാതെ സ്വാഭാവികമായി 24 മണിക്കൂറിനുള്ളിൽ ഭൂമിയുടെ എല്ലാ ദിക്കുകളിലും സെക്കൻഡിൽ 3 പേര് വീതം 5,64,000 പേര് ഓരോ ദിവസവും മരിക്കുക. ബിവറേജിൻ്റെ വാതിക്കൽ ക്യൂ നിൽക്കുന്ന പോലെ നമ്മൾ ക്യൂ നിൽക്കുക. എപ്പോഴാണെന്നറിയില്ല, പുറകിൽ നിന്ന് തള്ളു വന്ന് നമ്മൾ വീഴുന്നത് ഏത് സമയവും നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഈ 5,64,000 പേർ ഡെയിലി മരിക്കുന്നെങ്കിലും അതിലൊരു 106% ആളുകളെ പ്രത്യാശയോടെ മരിക്കുന്നുള്ളൂ, പ്രത്യാശയോടെ ഈ ലോകം വിട്ടുപോകുന്നുള്ളൂ. അതിൻ്റെ പിന്നിൽ എന്താണ് അതിൻ്റെ വിഷയം? നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ പ്രത്യാശയോടെയാണ് മരിച്ചത്. ദീർഘവർഷം യജമാനനെ സേവിച്ചിട്ട് പടവാൾ വെച്ച് തൻ്റെ വിശ്രാമത്തിൽ പോയി ചേരുകയാണ്. യുദ്ധം കഴിഞ്ഞു, തൻ്റെ പടവാൾ വെച്ചു, താൻ റെസ്റ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ നീതിമാന് തൻ്റെ മരണത്തിൽ പ്രത്യാശയുടെ രഹസ്യം എന്താണ്? ആരാണ് ഈ നീതിമാൻ? എസ്കേൽ പ്രവാചകൻ തൻ്റെ പ്രവചനത്തിൽ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. യഹോവയുടെ ന്യായപ്രമാണത്തെ പാലിച്ച് നീതിയോടെ ഭൂമിയിൽ ജീവിക്കുന്നവൻ നീതിമാനായിരിക്കും. അങ്ങനെ തൻ്റെ ജീവിതയാത്രയിൽ നീതിയെ പ്രാപിപ്പാൻ ദൈവം തന്നെ സഹായിച്ചു. തനിക്ക് ആഴമായ പ്രത്യാശയുണ്ടായിരുന്നു. രഹസ്യം എന്താണ്? കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നില്ലേ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യമാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രത്യാശ കൊടുക്കുന്നത്. മനുഷ്യൻ പാപം ചെയ്ത് പ്രതീക്ഷ നഷ്ടപ്പെട്ട് അവൻ ശാപയോഗ്യനായി പോകുമ്പോൾ ദൈവം അവൻ്റെ ജീവിതത്തിൽ നിന്ന് 3 കാര്യം എടുത്തു മാറ്റി. 1 സമാധാനം, 2 നീതി, 3 പ്രത്യാശ. ഇത് 3 മനുഷ്യൻ ദൈവത്തിങ്കൽ മടങ്ങി വന്നാലേ കിട്ടത്തുള്ളൂ. ഈ 3 കാര്യം ഒരു മനുഷ്യൻ എന്ന് ദൈവത്തിൽ മടങ്ങി വരുമോ അന്നേ സമാധാനവും നീതിയും പ്രത്യാശയും അവന് കിട്ടത്തുള്ളൂ. ഈ ലോകത്തിലെ പണം കൊണ്ടോ പ്രതാപം കൊണ്ടോ ഉന്നതമായ കലാലയ വിദ്യ കൊണ്ടോ ഔദ്യോഗിക സ്ഥാനം കൊണ്ടോ ഒന്നും സമാധാനം കിട്ടത്തില്ല. ഒരു മനുഷ്യന് നീതി കിട്ടത്തില്ല, മരണാനന്തരം പ്രത്യാശയും കിട്ടത്തില്ല. എത്രയോ മഹാന്മാർ മരിക്കുമ്പോഴൊക്കെ അങ്ങനെയല്ലായിരുന്നു, നിരാശരായിട്ടല്ലേ അവർ മരിച്ചത്. ശലോമോൻ പോലും മരിക്കുമ്പോൾ മായ സകലതും മായ എന്ന് പറഞ്ഞല്ലേ മരിച്ചത്. ആകയാൽ ദൈവത്തിങ്കൽ എന്ന് മടങ്ങി വരുന്നോ അന്നേ ഇത് ലഭിക്കും. അപ്പോൾ പ്രത്യാശയുടെ 1 രഹസ്യം യേശുവിൻ്റെ സാന്നിധ്യമാണ്. പൗലോസ് പറയുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കും. യേശുവിൻ്റെ സാന്നിധ്യം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ആ പ്രത്യാശ ഉണ്ടാകും. മാർത്തയും മറിയയും ഒരിക്കൽ പറഞ്ഞില്ലേ, കർത്താവേ, നീ എൻ്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. എപ്പോഴെങ്കിലും നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം സംഭവിച്ച് മരണത്തിൻ്റെ സ്വാധീനത നമ്മിൽ വരുന്നെങ്കിൽ ഓർമ്മയിൽ വയ്ക്കൂ, യേശുവിൻ്റെ സാന്നിധ്യം നമ്മളെ വിട്ടകന്നതുകൊണ്ടാണ്. യേശുവിൻ്റെ സാന്നിധ്യമാണ്. ഇവിടെ വായിക്കുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കും. പ്രത്യാശയുടെ 2 രഹസ്യം എന്താണ്? എബ്രായ ലേഖനം 6 അധ്യായത്തിൽ പൗലോസ് പറയുന്നു, ആശ്വാസത്തിനായി സങ്കേത നഗരത്തിൽ ഓടി വന്നിരിക്കുന്ന നിങ്ങൾക്ക് ദൈവം നൽകിയ 2 വാഗ്ദത്തങ്ങൾ ഏതാണ്? ഒന്ന് രക്ഷ, മറ്റൊന്ന് നീതി. ആ രക്ഷയും നീതിയും കൂടെ ചേർന്നപ്പോൾ നിങ്ങൾക്ക് ഹൃദയത്തിൽ പ്രത്യാശ ലഭിച്ചു. ദേഹം രക്ഷിക്കപ്പെട്ട മനുഷ്യനാണ്. ദേഹം രക്ഷിക്കപ്പെട്ടു, നിത്യ നരകത്തിൽ നിന്ന് ഒഴിവ് പ്രാപിച്ചു, തൻ്റെ ആത്മാവ് നീതിമാന്മാരുടെ ഗണത്തിൽ എഴുതി. 2 ദൈവം മുൻപാകെ നിൽക്കുവാനുള്ള ആത്മധൈര്യം നീതി പ്രാപിച്ചവനാണ്. എബ്രായ ലേഖനം 6 അധ്യായത്തിലല്ലേ ആശ്വാസത്തിനായി സങ്കേത നഗരത്തിൽ ഓടിയെത്തിയ നിങ്ങൾക്ക് ദൈവത്തിന് പോഷ്കു പറയാൻ കഴിയാത്തതും നീക്കിക്കളയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ഉറപ്പുവരുത്തി. എന്താണ് ആ 2 കാര്യം? യെശയ്യാ പ്രവചനം 51 തോന്നുന്നു ആ വാക്കുണ്ട്. ആകാശം നീങ്ങിപ്പോകും, ഭൂമിയിലെ മനുഷ്യൻ കൊതുപോലെ ചത്തുപോകും, എങ്കിലും എൻ്റെ രക്ഷയും എൻ്റെ നീതിയും നിന്നെ വിട്ടു പോകത്തില്ല. ഇപ്പൊ രക്ഷയും നീതിയും കൂടെ ചേർന്നപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പ്രത്യാശ ലഭിച്ചു. പ്രത്യാശയുടെ 3 ഭാഗം എവിടെയാണ്? ഭക്തനായ ജോബ് അനർത്ഥങ്ങളുടെ ഘോഷയാത്ര തൻ്റെ പ്രാണനെ പിൻഗമിച്ചു. 10 മക്കളും കൂടെ ഒന്നിച്ചു മരിച്ചു. ശരീരമാസകലനം രോഗമായി. ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, വേദനയോട് വേദന.
ആ വേദനയുടെ ഭയാനകതയിൽ താൻ ഒരു വാക്ക് തൻ്റെ സ്നേഹിതൻ വന്നു പറഞ്ഞു, ജോബേ, നിന്റെ മനസ്സിന്റെ നിർമ്മലതയല്ലോ നിന്റെ പ്രത്യാശ. സത്യമാണ്. മനസാക്ഷിയുടെ യോബിന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ജോബിനോട് പറയാണ്, ജോബേ, നിന്റെ മനസ്സിന്റെ നിർമ്മലതയല്ലോ നിന്റെ പ്രത്യാശ. നമ്മുടെ മനസാക്ഷിയുടെ നിർമ്മലത സൂക്ഷിച്ചാലേ നമുക്ക് പ്രത്യാശ സൂക്ഷിക്കാനൊക്കത്തുള്ളൂ. നമുക്ക് ബൈബിൾ 156 പ്രാവശ്യം വായിച്ചതുകൊണ്ടോ 65 വർഷം നമ്മളെ വിശ്വാസിയായി തുടർന്നുകൊണ്ടോ ഒന്നും നമുക്ക് പ്രത്യാശ സൂക്ഷിക്കാനൊക്കത്തില്ല. പ്രത്യാശ സൂക്ഷിക്കണമെങ്കിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ജോബിനോട് പറയാണ്, ജോബേ, നിന്റെ നിർമ്മലത, മനസാക്ഷിയുടെ നിർമ്മലതയല്ലോ നിന്റെ പ്രത്യാശ. ഇനി 4-ാമത് തിരുവെഴുത്ത് വായിച്ചാൽ പൗലോസ്ലീഹ റോമാലേഖനത്തിൽ ഒരു വാക്ക് എഴുതിയിരിക്കുന്നു, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും. നീതിമാൻ മരിക്കുമ്പോൾ അവന് പ്രത്യാശയുണ്ട്. ഈ ലോകം വിട്ടാൽ താൻ എവിടെ പോയി ചേരുമെന്നുള്ള ആഴമായ അറിവുണ്ട്. ഞാൻ ഒരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഇസ്ലാമിക ഭക്തൻ വണ്ടിയുടെ അടുക്കലിരുന്നു, എൻ്റെ സീറ്റിലിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ബൈബിളിലെ കാര്യങ്ങളെല്ലാം, അതിലെ കുത്തും കോമായും തെറ്റും ശരിയെല്ലാം പറഞ്ഞ് മനുഷ്യരുടെ സ്വസ്ഥത കെടുത്തുക. എൻ്റെ കീഴേ ഇരുന്ന് പറയുകയാണ്. എനിക്ക് വേദോസം അത്ര അറിയത്തില്ല. അതുപോലെ അദ്ദേഹം അങ്ങനെ പറയുക പറഞ്ഞ് രൂക്ഷമായപ്പോൾ ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഈ വണ്ടി മിക്കവാറും ആ പോസ്റ്റയിൽ ഇടിക്കും. ഞാൻ പറഞ്ഞു, മിക്കവാറും ഇടിക്കാൻ സാധ്യതയുണ്ട്. വണ്ടി ഇടിച്ച് ഇലക്ട്രിസിറ്റി പോസ്റ്റ് ഇതേ വീണ് കത്തിയ ഞാൻ സ്വർഗത്തിൽ പോയി. ഇങ്ങനെ എവിടെ പോകുന്നു ചോദിച്ചു. അത് പറയാൻ ധൈര്യമില്ല. പുള്ളി ചാടി എഴുന്നേറ്റ് കണ്ടക്ടറോട് ബെല്ലടിച്ച് താഴെ ഇറങ്ങി. ഞാൻ ഓർത്ത് തലവേദന ഒഴിഞ്ഞല്ലോ. പാഴമായ ഒരുപാട് കാര്യങ്ങൾ അറിയാമെങ്കിലും പ്രാണൻ വിട്ടാൽ എവിടെ പോകുമെന്ന് അറിയത്തില്ല. അതാ ഇനി ഇതൊന്നും അറിയാത്ത മനുഷ്യരെ കണ്ടിട്ടില്ലേ? മരിച്ചാൽ എവിടെ പോകുമെന്ന് അറിയാം. അതാ നമ്മുടെ മുൻകാല പിതാക്കന്മാരൊക്കെ മരിക്കുന്ന അങ്ങനെയാ. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നിത്യതയുടെ രൂപം മനസ്സിൽ വരച്ച് ഒരു വിദേശയാത്ര ചെയ്യുന്ന പോലെ മരിക്കുന്നവരുണ്ട്. നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. എന്തൊരറിവടാ ഇത്! താൻ എവിടെ പോകും, എപ്പോൾ ചെല്ലും, ഇതൊക്കെ അറിയാം. റിയൽ മൂടി എന്ന ഭക്തൻ മരിക്കുമ്പോഴേ മരണസമയമായി ആളുകൾ ചുറ്റും കൂടി നിൽക്കുകയാണ്. അപ്പൊ തൻ്റെ ഒരു കൊച്ചുമോനുണ്ടായിരുന്നു, ഫിന്നി ഏതോ ഒരു കുതിരവണ്ടി അപകടത്തിൽ മരിച്ചു പോയതാണ്. വർഷങ്ങൾക്കപ്പുറമേ മരിച്ചുപോയി. അദ്ദേഹം മരണത്തിന്റെ കിടക്കുന്ന സമയത്ത് ഈ കുഞ്ഞിനെ കാണുകയാണ്. അപ്പോൾ അവിടെ കൂടി നിന്നവരെല്ലാം കൂടെ എന്തോ പാട്ട് പാടിയപ്പോൾ പുള്ളി കൈകൊണ്ട് അത് ശബ്ദം ഉണ്ടാക്കാതെ എന്ന് പറയും. അതിനുശേഷം പറയാണ്, കുഞ്ഞു മകൻ ഡാഡി ഡാഡി എന്ന് വിളിക്കുന്നെന്ന്. ഡാഡി ഡാഡി വന്നാട്ടെ വന്നാട്ടെ എന്ന് പറയുന്നു. പുള്ളി പറയുന്നതാണ്, ഫിന്നി കൊച്ചുമോൻ, അവൻ സ്വർഗത്തിൽ നിന്നൊരു കവാടം തുറക്കുന്നു, എന്നെ അവിടെ നിന്ന് വിളിക്കുന്നു, ഡാഡി വന്നാട്ടെ ഡാഡി വന്നാട്ടെ. ഇതിൽ നിന്നാണ് പിന്നീട് മലയാളത്തിലൊരു പാട്ട് എഴുതിയല്ലോ, അക്കരെ നാടെത്തിയ വിശുദ്ധ സംഘങ്ങൾ അവിടെ നിന്ന് നമ്മെ വിളിക്കുന്നു എന്ന് പറഞ്ഞൊരു പാട്ടിൻ്റെ വരിയുണ്ട് മലയാളത്തിൽ. അത് പിന്നീട് ഇംഗ്ലീഷുകാരുടെ പാട്ട് മലയാളത്തിൽ പകർത്തിയെടുത്തതാണ്. ഓർമ്മയിൽ വയ്ക്കൂ, നീതിമാന് തൻ്റെ മരണത്തിലും പ്രത്യാശയുണ്ട്. ഇവിടെ നടക്കുന്ന ഈ ഒരു ശുശ്രൂഷയും ഈ അപ്പച്ചൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ടതല്ല. തൻ്റെ ആത്മാവ് പരദീസകളിൽ പോയി. ഒരു നാൾ യേശു വരും. ഇനി ആര് വിളിച്ചാലും ഈ അപ്പച്ചൻ എഴുന്നേക്കത്തില്ല. പെൺമക്കൾ വിളിച്ചാലോ, കുഞ്ഞുവൻ വിളിച്ചാലോ, പാസ്റ്റർ വിളിച്ചാലോ, ആര് വിളിച്ചാലും ഈ അപ്പച്ചൻ ഇനി എഴുന്നേക്കത്തില്ല. പക്ഷെ അപ്പച്ചൻ എഴുന്നേൽക്കും. ആര് വിളിക്കുമ്പോൾ? യേശു പറഞ്ഞു, എൻ്റെ ആടുകളെ എനിക്കറിയാം, ഞാനവയെ പേർ ചൊല്ലി വിളിക്കും, ഞാനവയെ പുറത്തു കൊണ്ടുവരും, ഞാനവയ്ക്ക് മുൻപേ നടന്ന് എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോകും. ഒരു ദിവസം കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. നീതിമാന്മാരുടെ ഗണത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള വിശുദ്ധന്മാരെ പേർ ചൊല്ലി വിളിക്കും. അവർ കല്ലറ വിട്ട് പുറത്തു വരും. ഉയർത്തു വന്ന യേശുവിന്റെ ശരീരത്തോട് അനുരൂപപ്പെട്ട അതേ ശരീരത്തോടെ വരും. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ക്രിസ്തുവിന്റെ ന്യായാസനത്തിനപ്പുറം അവനവൻ ശരീരത്തിൽ ഇരുന്നപ്പോൾ ചെയ്തതിന് യോഗ്യമായത് പ്രാപിക്കുമ്പോൾ സൂര്യനെ കവിയുന്ന തേജസ്സിന്റെ ശരീരം അന്നു പ്രാപിച്ച് നിത്യതയിൽ പിതാവിൻ്റെ അടുക്കൽ പോയി ചേരും. കരുണയുള്ള ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് കാക്കട്ടെ. കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ ഇതുപോലൊരു ദിനം നമുക്കായി കാത്തിരിക്കുന്നു. കൂടി വന്ന് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. അനന്ത നിത്യതയുടെ കവാടം തുറക്കുന്ന നല്ല ദിനത്തിൽ നിങ്ങളെല്ലാവരുടെയും മുഖം കണ്ടെത്തുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ